അപ്പോ ഇനി വരുന്ന വീഡിയോയില് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ ചക്രങ്ങൾ, ഈ പറഞ്ഞ സപ്തചക്രങ്ങളിലെ ഓരോ ചക്രങ്ങൾ, ആ ഓരോ ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 3 പോസ്റ്റേഴ്സ്, യോഗയിലെ 3 ആസനാസ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആസനാസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ആസനാസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 എണ്ണം വെച്ചിട്ട് ഞാനിതിൽ പറയാം. അതുപോലെ ഓരോ ചക്രാസിലും നമ്മൾ ഉപയോഗിച്ചു വരുന്ന ബീജമന്ത്രം ഏതാണ്, അതുപോലെ ഓരോ ചക്രാസിലും അടങ്ങിയിരിക്കുന്ന പഞ്ചമഹാഭൂതങ്ങളിലെ ഏത് എലമെന്റ് ആണ് ഓരോ ചക്രാസിലും ഉള്ളത്, അത് ചക്രാസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്, അതുപോലെ ആ ഒരു ചക്രത്തെ പറ്റി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് തോന്നലായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്, അതുപോലെ പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്ലാനറ്റുകളുമായിട്ടാണ് ഈ ചക്രാസ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ ചക്രാസിനെ നമ്മളൊരു താമരയായിട്ട്, താമരയുടെ ഇതളുകളൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പോ എത്ര താമര ഇതളുകളായിട്ട് നമ്മൾ കണക്കാക്കാം, ഏത് നിറമാണ് നമ്മൾ ഈ ഒരു ചക്രാസിനെ പറ്റി ചിന്തിക്കുമ്പോൾ സങ്കല്പിക്കേണ്ടത്, അതുപോലെ ഈ ഒരു ചക്രം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ്, അനാട്ടമിക്കൽ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എവിടെയായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായിട്ട് മനസ്സിലാക്കാം. അതിനുവേണ്ടി തുടർന്ന് കാണുക. താങ്ക് യു.